ഇനി ഇപ്പോൾ പി മുസ്തഫ പറഞ്ഞു ഭയങ്കര ഇൻവെസ്റ്റ്മെൻ്റാണ് കേരളത്തിലേക്ക്. എൻ്റെ കയ്യിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം 2023-24 സാമ്പത്തിക വർഷത്തിലെ ഇന്ത്യയിലേക്ക് വന്ന വിദേശ നിക്ഷേപത്തിൽ ആദ്യത്തെ 10 സംസ്ഥാനങ്ങളുണ്ട്. ഞാനത് ഓടിച്ചു വായിക്കാം. മഹാരാഷ്ട്ര 12,106 മില്യൺ $, ഒന്നാം സ്ഥാനത്ത്. രണ്ടാം സ്ഥാനത്ത് ആം ആദ്മി പാർട്ടി ഭരിക്കുന്ന BJP ഭരിക്കുന്ന ഗുജറാത്ത് 5,833 മില്യൺ $. മൂന്നാം സ്ഥാനത്ത് ആം ആദ്മി പാർട്ടി ഭരിക്കുന്ന ഡൽഹി 3,801 മില്യൺ $. നാലാം സ്ഥാനത്ത് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക 3,656 മില്യൺ $. തെലുങ്കാന കോൺഗ്രസ് ആണ് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഭരിക്കുന്നത്. അവരാണ് അഞ്ചാം സ്ഥാനത്ത് 2,405 മില്യൺ $. വിദേശ ഇൻവെസ്റ്റ്മെൻ്റാണ്. ഇതിലേറ്റവും 10ാം സ്ഥാനത്ത് നിൽക്കുന്നത് ജാർഖണ്ഡാണ്, വെറും 11 മില്യൺ $. ഞാൻ കേരളത്തിനെ നോക്കിയിട്ട് കാണുന്നില്ല, കാരണം നെഗ്ലിജിബിളാണ് കേരളം. 11 മില്യൺ $ന് താഴോട്ട് പോയി കഴിഞ്ഞാൽ അറിയാലോ, 10ാം സ്ഥാനത്ത് നിൽക്കുന്നവർക്ക് അത്രയേ ഉള്ളൂ. ഇനി 11ാം സ്ഥാനം ആണെങ്കിൽ തന്നെ അതിന് താഴോട്ടായിരിക്കും, അതിവിടെ കാണിച്ചിട്ടില്ല. ഇതാണ് ഔദ്യോഗിക കണക്ക്. കേരളത്തിലേക്ക് ആരാ വരുന്നത്? നിങ്ങൾ അവിടെ വരുന്നു ഇവിടെ വരുന്നു എന്ന് പറഞ്ഞാൽ ആരും വരുന്നില്ല, കേരളത്തിലേക്ക് വരുന്നില്ല. അതിനുള്ള സാഹചര്യമില്ല. ഇപ്പം നമ്മളൊരു ത്രിശങ്കു സ്വർഗത്തിലാണ്. നമ്മൾക്ക് ഇവിടെ നമ്മുടെ ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കാൻ പോകുന്നത് സാധ്യമല്ല എന്ന് മാത്രമല്ല, കേരളത്തിലെ പല പ്രസ്റ്റീജ് കോളേജുകളിലും ഡിഗ്രിക്ക് സീറ്റ് ഒഴിഞ്ഞു കിടക്കുകയാണ് കുട്ടികളില്ലാത്തത് കാരണം, പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂറിൽ. എന്തുകൊണ്ടാണ്? അവരൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഈ വിദ്യാർത്ഥികൾ പുറത്തേക്ക് പോകുന്നത് മധ്യ തിരുവിതാംകൂറിൽ നിന്നാണ്. ഇപ്പോൾ മലബാറിലേക്ക് അത് ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ കോളേജുകളിൽ വരെ സീറ്റ് ഒഴിഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അതൊക്കെ നമ്മൾ അഡ്രസ്സ് ചെയ്യണം. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എന്തുകൊണ്ടാണ് ഹരിയാനയിൽ നോക്ക്, ഞാൻ പറഞ്ഞില്ലേ, ഓരോ സംസ്ഥാനത്തും സമ്മർദ്ദങ്ങളുണ്ടാവും, സ്വാഭാവികമാണ്. കാരണം തൊഴിലവസരങ്ങൾ, അതിൻ്റെ ലുക്രേറ്റീവ് ശമ്പളം, അതിൻ്റെ ആനുകൂല്യങ്ങൾ, ഇതൊക്കെ സ്വാഭാവികമായും സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കുമ്പോൾ പല സംസ്ഥാന സർക്കാരുകൾക്കും ആ സമ്മർദ്ദത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റിയെന്ന് വരില്ല. കാരണം ഇതിപ്പോൾ നടപ്പിലാക്കിയ പാർട്ടി ഒന്ന് BJP ഗവൺമെൻറ് ഹരിയാനയിലായിരുന്നെങ്കിൽ, മറ്റൊന്ന് ആന്ധ്രാപ്രദേശിൽ YSR കോൺഗ്രസ് ആണ്, മറ്റൊന്ന് നമ്മളെ ഇവിടെ ജാർഖണ്ഡിൽ കോൺഗ്രസിൻ്റെ സഖ്യകക്ഷിയും കോൺഗ്രസും കൂടി ഭരിക്കുന്ന സംസ്ഥാനമാണ്. ഇതൊക്കെ സമ്മർദ്ദങ്ങളുടെ ഫലമാണ്. അപ്പോൾ അവിടെയൊക്കെ ഈ അവസരങ്ങൾ വരുമ്പോൾ ഈ മാങ്ങയുള്ള മാവിനല്ലേ മുസ്തഫ കല്ലെറിയുള്ളൂ. ഇത് മാങ്ങ ഇല്ലാത്ത മാവാണ് കേരളം. ആരാ കല്ലെറിയുക? ആരും ഇവിടെ, നിങ്ങൾ ഇവിടെ ഈ സ്വകാര്യ മേഖലയിൽ ആരെങ്കിലും തൊഴിലവസരം ചോദിച്ചു വരുന്നു? കാരണം ഇവിടെയുള്ള കുട്ടികൾ തന്നെ പോവുകയാണ്. ഇവിടത്തെ ആളുകൾക്ക് തന്നെ തൊഴിൽ കൊടുക്കാൻ പറ്റാത്ത സാഹചര്യമുള്ളത് കൊണ്ട് ഈ ഒരു അവസ്ഥയുണ്ട്. യാഥാർത്ഥ്യത്തിൽ നിന്ന് ഒളിച്ചോടിയിട്ട് കാര്യമില്ല. അവിടെയൊക്കെ അങ്ങനെ നടക്കുന്നു, ഇവിടെ ഇങ്ങനെ നടക്കുന്നു, അങ്ങനെയൊക്കെ പല സ്ഥലത്തും പലതും നടക്കും. അതൊക്കെ നോക്കാൻ ഈ രാജ്യത്ത് സംവിധാനങ്ങളുണ്ട്. നമ്മൾ ആത്യന്തികമായി എങ്ങനെ ഇവിടുത്തെ അന്തരീക്ഷം മാറ്റാൻ സാധിക്കുമെന്ന് ചിന്തിക്കേണ്ട ഒരു ചുമതലയാണ് നമ്മുടെ ഭാഗത്തുള്ളത്.